അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധിക മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായ ഉസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. 5 വഖത്ത് നിസ്കാരത്തെ നിസ്സാരമായി കാണല്ലേ എന്ന ഒരു ഉപദേശത്തിൻ്റെ ശീർഷകമാണ് നമ്മൾ ചർച്ചയായി ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം അധ്യാപനങ്ങൾ ഇത് സംബന്ധമായി നമുക്ക് കാണാനുണ്ട്, പഠിക്കാനുണ്ട്. പരിശുദ്ധമായ ഖുർആനിൻ്റെ താക്കീതുകളുണ്ട്. നിരന്തരം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ഉപദേശം നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിലവിൽ നിസ്കാരം ഉള്ളവരെ തന്നെ വീണ്ടും നിസ്കാരത്തിനായി ഉപദേശിക്കുന്ന പ്രത്യേകമായ രീതികൾ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഉപദേശവാക്കുകളായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീരെ അതില്ലാത്ത ആളുകളെ ശകാരിക്കുകയും ശാസിക്കുകയും താക്കീത് നൽകുകയും ചെയ്യുന്ന കാര്യങ്ങളും അത് സംബന്ധമായിട്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യനെ സംസ്കരിക്കുന്നു, സംസ്കാരമുള്ളവനാക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവനാക്കുന്നു, നല്ലൊരു ക്വാളിറ്റിയിലെത്തിക്കുന്നു. നിസ്കാരത്തിൻ്റെ ഒരു പ്രധാന ധർമ്മം അതാണ്. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി വരുന്ന പാഠശാലയായി ജീവിതത്തിൽ നിസ്കാരം ഇടപെടുന്നു എന്ന ഇസ്ലാമിന്റെ തത്വം നമ്മൾ അനുഭവിക്കാണ്, നമ്മളത് അറിയാണ്. മറ്റുള്ളവരാൽ അത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ നിലവിലുള്ള നിസ്കാരത്തോടുള്ള സമീപനത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ നമ്മളുടെ ചർച്ച കൊണ്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്. അല്ലാഹു തആല നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ആമുഖമായി പറയട്ടെ, മനുഷ്യൻ പൊതുവെ വൃത്തി ഇഷ്ടപ്പെടാണ്. വൃത്തിയും ശുദ്ധിയും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ വൃത്തിയും ശുദ്ധിയായി നിൽക്കലും മനുഷ്യന് നിർബന്ധവുമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വൃത്തിയാക്കേണ്ട ഭാഗങ്ങളുണ്ട്. അതിനെ സമയബന്ധിതമായി നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ ആ ശരീരത്തിന് മഹത്വം കുറയാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ പല്ല് തേക്കല്, ദിവസത്തിൽ ഒരു പ്രാവശ്യത്തിൽ കുറയാതെ കുളിക്കൽ, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശുദ്ധീകരണങ്ങൾ, ഇതൊക്കെ ഒരാൾ ഇല്ലാതെ ജീവിച്ചു പോന്നാൽ ആ മനുഷ്യൻ വൃത്തികെട്ട രീതിയിലേക്കായി കഴിഞ്ഞു. ദുർഗന്ധമാണ്. പിന്നെ അയാളുടെ സമീപത്തേക്ക് ചെല്ലാൻ തന്നെ നാറ്റം കൊണ്ട് മറ്റാർക്കും കഴിയില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ, വൃത്തിയാക്കൽ എന്നതിൻ്റെ ഒരു പരിപൂർണ രൂപമുണ്ട്. നമ്മുടെ ഉള്ളു വൃത്തിയാവുക എന്നതാണ് ആ പരിപൂർണ രൂപം. പുറം മാത്രം മിനുക്കി നടക്കുന്നത് കൊണ്ട് ഉള്ളു വൃത്തികേടാണെങ്കിൽ എന്ത് പ്രയോജനം? മാമ്പഴം സുലഭമായി കിട്ടുന്ന കാലഘട്ടത്തിൽ മാമ്പഴത്തിന്റെ പുറത്തെ ചേലും ചുവപ്പും അതിന്റെ പഴുപ്പും ഒക്കെ കണ്ട് ഒരുപക്ഷെ അതിന് നല്ല പഴത്തിന്റെ മണവും ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ അപ്പുറം അതിന്റെ പരിപൂർണതയ്ക്ക് അതിന്റെ ഉള്ളിൽ ആ മാമ്പഴം പൂളിയെടുക്കുമ്പോൾ, മുറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന അതിന്റെ രുചി എന്നതിന് തടസ്സമായി നിൽക്കുന്ന ചീച്ചലുകൾ, അത് കേടുവന്നതാണ് എങ്കിൽ എങ്ങനെ സാധിക്കും ഈ മനുഷ്യൻ ആ മാമ്പഴം കൊണ്ട് എങ്ങനെ പ്രയോജനമെടുക്കും? സാധ്യമല്ലല്ലോ. നമ്മുടെ ഹൃദയം നന്നാവണം, നമ്മുടെ ഖൽബ് നന്നാവണം, നമ്മുടെ ചിന്താഗതികൾ സംസ്കാരമുള്ളതാവണം. ഒരു ശുദ്ധീകരണത്തിന്റെ ഏറ്റവും പരിപൂർണത സംഭവിക്കുന്നത് അപ്പോഴാണ്. ഏറ്റവും നല്ല വൃത്തിയാക്കൽ. ഒരു ഉദാഹരണം ഹദീസ് ഓതിക്കൊണ്ട് തന്നെ പറയാം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഒരിക്കൽ പറഞ്ഞു,
മസലുൽ ഖംസി സ്വലവാത്ത് കമഥലി നഹർ ജാറ അലാ ബാബി അഹദികും കസീറുൽ മാ. 5 വഖത്ത് നിസ്കാരത്തെ ഉപമിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളിൽ ഓരോരുത്തരുടെയും വീടിന്റെ മുന്നിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന, ധാരാളം വെള്ളമുള്ള, ഉണങ്ങി വരേണ്ടതൊന്നുമല്ല, ധാരാളം വെള്ളമുള്ള, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന, ഒഴുകുന്ന ഒരു പുഴ ഓരോരുത്തരുടെയും വീടിന്റെ മുൻവശത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കൂ സ്വഹാബ. അങ്ങനെ നിരന്തരം നിറഞ്ഞു ഒഴുകുന്ന ആ നദിയിൽ അഴുക്കില്ലല്ലോ. നിങ്ങളിൽ ഓരോരുത്തരും ആ നദിയെ ഉപയോഗപ്പെടുത്തി ഒരു ദിവസത്തിൽ 5 നേരം അവിടെ പോയി വൃത്തിയായി കുളിച്ചു വരുന്നു എന്ന് സങ്കല്പിക്കൂ സ്വഹാബ. ഫഹൽ യബ്ഖാ അലൈഹി മിന അദ്ദർനി ശൈ. അയാളുടെ ശരീരത്തിൽ ഈ 5 നേരവും കൃത്യമായി കുളിച്ചു പോരുന്ന ആ മനുഷ്യൻ, ശുദ്ധമായ വെള്ളത്തിൽ യഥേഷ്ടം ഉപയോഗപ്പെടുത്തി അത് കുളിച്ചു പോരുന്ന മനുഷ്യൻ ശരീരത്തിൽ അഴുക്ക് ശേഷിച്ചവനാണോ സ്വഹാബ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളുടെ മറുപടി ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് നമുക്ക് കാണാം. സ്വഹാബികളുടെ മറുപടി, നബിയെ ഇല്ലല്ലോ, അങ്ങനെ ഒരാളുടെ ശരീരത്തിലും ഇതുപോലെ കുളിച്ചാൽ 5 നേരമൊക്കെ ഒരു ദിവസം കുളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരീരത്തിൽ അഴുക്ക് ശേഷിക്കാം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്നസ്സലവാത്തിൽ ഖംസ തുതഖിറുഹു മിനദ്ദുനൂബി, അവിടുന്ന് പറഞ്ഞ മറുപടി, 5 വഖത്ത് നിസ്കാരം ഒരു മനുഷ്യനെ ഇതുപോലെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചു, നിലവിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ ശുദ്ധീകരിക്കുകയും ഇനി ഒരു പാപം വന്നു ചേരാതെയുള്ള അവന്റെ ഭാവിയിലേക്കുള്ള തീരുമാനങ്ങളെയും ശുദ്ധീകരിക്കുകയാണ്. ഈ 2 നിലക്കുള്ള ശുദ്ധീകരണമാണ് നിസ്കാരം കൊണ്ടുവരുന്നത്. വലാ യുബ്ഖീന ശൈഅൻ മിനദ്ദുനൂബി ഫീമാ ദൂനൽ കബായിർ. ഒരു നിസ്കാരം ഒരു മനുഷ്യന്റെ പാപം പൊറുക്കാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിലക്കുള്ള നിസ്കാരമല്ല. ആ നിസ്കാരത്തെ അതിന്റെ പരിപൂർണതയിൽ തന്നെ ചെയ്യണം. ആ നിസ്കാരത്തോട് അനുബന്ധമായി വരുന്ന സുന്നത്തുകളെ ഉപേക്ഷിക്കാനുള്ളതല്ല, അത് ചേർത്ത് പിടിക്കണം. തലമറക്കാതെ നിസ്കരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാനുണ്ട്. ആലോചിച്ചു നോക്കണം. തലമറച്ച് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് തലമറയ്ക്കാതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാൾ 70 ഇരട്ടി കൂലിയാണ് കൂടുതൽ അല്ലാഹു നൽകുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ഉദാഹരണമായി പറഞ്ഞതാ. നിസ്കാരത്തിന്റെ അദബുകൾ, സുന്നത്തുകളൊക്കെ പരിപൂർണമായി പാലിച്ച് നിസ്കരിക്കുന്നിടത്താണ് നദിയുടെ ഉദാഹരണം ഒരു മനുഷ്യനിൽ ചേർക്കപ്പെടുക എന്ന് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏതായാലും നിസ്കാരത്തിന്റെ പരിപൂർണത ഇല്ലെങ്കിൽ അത് തള്ളപ്പെടും എന്നും ആ വിശദീകരണത്തിൽ പിന്നെയും നമുക്ക് കാണാൻ കഴിയും. നിസ്കാരം ഒരു മനുഷ്യന് പരിപൂർണമായ ശുദ്ധീകരണമാണ് നൽകുന്നത്. അഖിമിസ്സലാഹ് ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തെ സമയബന്ധിതമായി നിങ്ങൾ നിർവഹിച്ചു പോരൂ. നിസ്കാരം അഴുക്കുകളിലേക്ക് പോവാതെ സംരക്ഷിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. അഴുക്കുകളിലേക്ക് പോവാതെ നിസ്കാരം സംരക്ഷിക്കും. സുന്നത്തുകളും അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഹക്കുകളും അദബുകളും ഒക്കെ പരിപൂർണമായി തന്നെ ചെയ്യണം. ഒരു സംഭവം പറയാം. മഹാനായ ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരിക്കാം. ആ സമയത്ത് ഒരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ വന്നുകൊണ്ട് വുളൂ ചെയ്യുന്നു, നിസ്കരിക്കാൻ വേണ്ടി പ്രവേശിക്കുന്നു. ഞങ്ങളുടെയൊക്കെ നിസ്കാരം കഴിഞ്ഞതാണ്. അയാൾ വൈകി വന്ന ആളാണ്. അയാൾ നിസ്കരിക്കാൻ ഖിബ്ല തിരയുന്നു. അയാൾ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്നു. നിസ്കാരം സമാരംഭം കുറിക്കുന്നു. ഫലമ്മ ഖളാ സ്വലാതഹു, നിസ്കാരം അയാൾ നിർവഹിച്ചു. എന്നിട്ട് അത് പരിപൂർണമായി കഴിഞ്ഞപ്പോൾ അയാൾ വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. ഫസല്ലമ, നബിയോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും സലാം അടക്കി. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജിഇ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. മോനെ, നീ തിരിച്ചുപോയി ഒന്നുകൂടി നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം ശരിയായിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ല. ആ സ്വഹാബി വീണ്ടും ചെന്നു. അതുപോലൊക്കെ തന്നെ പിന്നെ നിസ്കരിച്ചു. മടങ്ങി വന്നു. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇർജിഇ വസല്ലി സ്വലാതക ലം തുസല്ലി ഫഇന്നക ലം തുസല്ലി. മടങ്ങിപ്പോയി ആ നിസ്കാരം ഒന്നുകൂടി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. രണ്ടാമത് പറഞ്ഞു. ഒരു റിവായത്തിലുണ്ട് മൂന്നാമതും പറഞ്ഞു 3 വട്ടം മടക്കിയെന്ന.
فقال الرجل അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു മാ അല്ലൗതു ഫലാ അദ്രി മാ അഅബ്തു അലയ്യ മിൻ സ്വലാത്തി. നബിയേ, എന്റെ നിസ്കാരത്തിന് എന്ത് കുറവ് വന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. 3 വട്ടം നിസ്കരിച്ചു. ദേഷ്യം വന്നില്ല കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇന്നഹു ലാ തതിമ്മു സ്വലാത്തു അഹദിക്കും ഹത്താ യസ്ബഗൽ വുദൂഅ കമാ അമറല്ലാഹ്. നിങ്ങളിൽ ഓരോരുത്തരുടെയും നിസ്കാരത്തിന്റെ മുമ്പ് വുളു എടുക്കുന്നത് മുതൽക്ക് ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെ ബാധിക്കും. നിസ്കാരത്തിന് വുളു എടുക്കുമ്പോൾ വുളുവിന്റെ അദബുകൾ, സുന്നത്തുകൾ, ഹക്കുകൾ പാലിച്ചുകൊണ്ട് അവിടുന്നേ തുടങ്ങണം. എന്നാലും നിസ്കാരത്തിലേക്ക് അത് കണക്റ്റഡ് ആണ്. നിസ്കാരത്തിലേക്ക് അത് കണക്റ്റഡ് ആണ്. ഞാൻ പറയട്ടെ, ഒരു വാഹനം, ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത് അത് ഉപയോഗിക്കാൻ അതിന്റെ ചാവി, താക്കോല് കൊണ്ടുവരണമെങ്കിൽ നിസ്കാരത്തിലേക്ക് കയറാനുള്ള താക്കോലാണ് ഈ വുളു. ശുദ്ധി നിസ്കാരത്തിന്റെ താക്കോൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാഹനത്തിന്റെ ചാവി പഴുതിന്റെ അകത്തേക്ക് കൃത്യമായ അളവ് നിശ്ചയിക്കപ്പെട്ട താക്കോല് കൊണ്ട് തന്നെ വന്നാലാണ് നടക്കൂ. ആ വാഹനം ഉപയോഗിക്കാൻ കഴിയും. ആ നിസ്കാരത്തിന് വേണ്ട ഹക്കുകളെല്ലാം പരിപൂർണമായ, അതിന്റെ അരികും മൂലയുമെല്ലാം ചെത്തിയും മിനുക്കിയും വെച്ചിട്ടുള്ള സുന്നത്തുകളും ചേർത്ത് വുളൂഇനെ പരിപൂർണമായി കൊണ്ടുവന്നാൽ മാത്രമാണ് ആ നിസ്കാരത്തിലേക്ക് അത് ഫിറ്റാവൂ. അപ്പോഴാണ് ആ നിസ്കാരത്തിൽ ഉപയോഗിക്കാൻ കഴിയൂ. സ്വഹാബിക്ക് വുളു മുതൽക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. ഇമാം ഹാക്കിമിന്റെ മുസ്തദരിക്കിൽ ഈ ഹദീസ് കാണാം. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിലും ഈ ഹദീസ് പറയുന്നുണ്ട്. സുദീർഘമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്കെല്ലാം പറഞ്ഞു കൊടുത്തു. വുളു മുതൽക്ക് നിസ്കാരത്തിന്റെ ഓരോ ചലനങ്ങൾ പോലും റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അവിടുന്ന് പിന്നെ പറഞ്ഞു, ലാ തതിമ്മു സ്വലാത്തു അഹദിക്കും ഹത്താ യഫ്അല ദാലിക. ഇങ്ങനെ ചെയ്താലല്ലാതെ നിങ്ങളിൽ ഒരാളുടെയും നിസ്കാരം പരിപൂർണമല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ തെറ്റുണ്ടാവും, വീഴ്ചകളുണ്ടാവും. ഒന്ന് പഠിക്കണം. പരിപൂർണമാക്കാൻ സുന്നത്തുകളും ഹക്കുകളും നമ്മൾ അന്വേഷിക്കണം. അറ്റ്ലീസ്റ്റ് തല മറക്കണേ. വുളൂഉമായി ബന്ധപ്പെട്ട് വരുന്ന അദബുകൾ പാലിക്കണേ. മുണ്ട് മടിക്ക് കുത്തി ചില ആളുകൾ വുളൂ എടുക്കും. അപ്പൊ അവരത്തെ വെളിവാവണേ. ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. തോർത്തെടുത്തുകൊണ്ട് നിസ്കാരത്തിനുള്ള വുളൂ എടുക്കല്ലേ. വുളൂ സഹീഹാക്കാവും, നിസ്കാരമൊക്കെ സഹീഹാവും ലാഹിറിൽ. പക്ഷേ തോർത്തെടുത്തുകൊണ്ട് ഔറത്ത് പൂർണ്ണമല്ലെങ്കിൽ ആ വുളൂവിന്റെ അദബ് പരിപൂർണമായിട്ടില്ല. ബാത്റൂമിൽ പോയി വുളൂ എടുത്താൽ വുളൂഇന്റെ ഫർളും ഷർത്തും ഒക്കെ പൂർണ്ണമായ വുളൂ ആവും. പക്ഷേ ഹക്ക് അനുസരിച്ച് ബാത്റൂമിൽ വുളൂഇന്റെ ദിക്ർ എങ്ങനെ ചൊല്ലാം? അപ്പൊ ആ ദിക്ർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടാണ്. അപ്പൊ ആ വുളൂഇൽ പരിപൂർണതകൾ കാണപ്പെടുന്നില്ല. ആ നിസ്കാരം കൊണ്ട് ഖുശൂ ഉണ്ടാവൽ പ്രയാസമാണ്. ബാത്റൂമിൽ വുളൂ എടുത്താൽ വുളൂ സഹീഹാവും. വുളൂവിന്റെ ഫർളും ഷർത്തുകളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ വുളൂ സഹീഹാവും. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പരിപൂർണത ഉണ്ടാവാൻ നിസ്കാരം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. മഹാന്മാർ ഇതിന് വ്യാഖ്യാനം കൊടുത്തു. فينبغي للعبد أن يجتهد في إتمام الركوع والسجود لتكون صلاته كفارة لما فعل قبلها من الزلزل والخطايا دون الكبائر. ഹക്കുകൾ നിർവഹിച്ച് അദബുകൾ പാലിച്ച് സുന്നത്തുകൾ പരിപൂർണമാണോ എന്ന് അന്വേഷിച്ച് നിസ്കാരത്തിലേക്കുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളും പരിപൂർണമാക്കി കൊണ്ടുവന്നാൽ മാത്രമാണ് ആ നിസ്കാരം പാപം പൊറുക്കാൻ ഇടയാവൂ എന്ന് മഹാന്മാർ ഈ ഹദീസിന് വ്യാഖ്യാനം കൊടുക്കുന്നതായി നമുക്ക് കാണാം. ആഗ്രഹിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരം ആഗ്രഹിക്കണം, ശ്രമിക്കണം. മിക്കവാറും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. 40 ദിവസം ഇമാമിന്റെ തക്ബീറിൽ മുടക്കം വരാതെ ഒന്നാം തക്ബീർ മുതൽക്ക് ഇമാമിനെ തുടരാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ 40 ദിവസം 5 വഖത്തിലും 40 ദിവസം 5 വഖത്തിലും കഴിഞ്ഞു. 40 ദിവസം ഒന്നാം തക്ബീർ മുതൽ ഇമാമിനെ തുടരാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ
അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ ശരീരം ഒരിക്കലും നരകത്തിൽ പോവില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകമോചനത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് 40 ദിവസത്തിലെ ജമാഅത്ത് നിസ്കാരത്തിൽ അവ്വൽ വഖത്തിൽ ഇമാമിന്റെ ആദ്യ തക്ബീറോട് കൂടെ സാധിക്കുന്നു എങ്കിൽ ആ ശരീരം ഒരിക്കലും നരകം തിന്നില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ട് അത് സംബന്ധമായിട്ടൊക്കെ തഴവ പാടുന്നുണ്ട്. ഞാൻ അബഹത്തേക്ക് വരുന്നില്ല. ഏതായാലും നിസ്കാരത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ ആദ്യ റക്അത്തിന്റെ ആദ്യ സന്ദർഭത്തിലെ ആദ്യ തക്ബീർ എനിക്ക് പാഴാവല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. അതാകെ 40 ദിവസത്തേക്കല്ലോ, ആ ലൈഫ് മുഴുവൻ അങ്ങനെയായിരുന്നു, ആ ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അല്ലാഹു അക്ബർ കുല്ലമാ യർഫഉ മിനർ റുകൂഇ. ആ കാലഘട്ടത്തിലൊക്കെ, ആദ്യ കാലഘട്ടങ്ങളിൽ റുകൂഅ് കഴിഞ്ഞ് മുകളിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളിന്ന് ചൊല്ലുന്ന പോലെ സമിഅല്ലാഹു ലിമൻ ഹമിദ, അങ്ങനെയല്ല റസൂലുള്ളാഹി പറഞ്ഞിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുന്നേറ്റ് വരുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയാം. എവിടുന്ന് എഴുന്നേറ്റ് വരാം? റുകൂഅ് കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് സമിഅല്ലാഹു ലിമൻ ഹമിദ പറയലല്ല ആദ്യങ്ങളിൽ. നിസ്കാരത്തിന്റെ ആദ്യകാലങ്ങളിൽ, ഹബീബിൽ ഇത് ഫർദായ ആദ്യകാലങ്ങളിൽ റുകൂഅ് കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ പറയൽ അല്ലാഹു അക്ബർ എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആദ്യ സന്ദർഭത്തിൽ നബിയോടൊപ്പം ഒന്നാം സഫ് കിട്ടാതെ പോയി. ഓടിക്കിതച്ച് വരുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ തീയാണ്. വഹസുന, സങ്കടത്തോടുകൂടെ മഹാനവറുകൾ പള്ളിയിലേക്ക് ഓടി. റക്അത്ത് ഒന്നും നഷ്ടപ്പെട്ടില്ല. ഫവജദ അന്ന റസൂല മാ സാല ഫിർ റുകൂഅ് വലം യർഫഅ മിൻഹു. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുകൂഇലേക്ക് അങ്ങ് പോണു. വേഗം കൈ കെട്ടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ റുകൂഇൽ ഹബീബിനോടൊപ്പം കൂടി. ഒന്നാം റക്അത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നിസ്കാരവുമായി അനുബന്ധമായി ഒരു റക്അത്ത് എനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. അതിന്റെ ആ റക്അത്ത് നഷ്ടപ്പെടാനുള്ള ചാൻസിന്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുക. റുകൂഇൽ സുബ്ഹാനല്ലാഹയുടെ ഖദർ ഇമാമിനോടൊപ്പം മഅ്മൂം എത്തിക്കണം. അത് നഷ്ടപ്പെടാതെ സിദ്ദീഖിന് ആ റക്അത്ത് കിട്ടി. ഒരു റക്അത്തും മസ്ബൂഖായില്ല. നിസ്കാരത്തോട് അനുബന്ധമായി ഇതിൽ സന്തോഷിച്ചു. ദുഃഖമുണ്ട് മനസ്സിൽ. എന്നാലും എന്റെ നിസ്കാരത്തിന്റെ ഒരു റക്അത്തും പോയില്ലല്ലോ. വൈകിപ്പോയതിൽ ഒരു വിഷമമുണ്ട്. അള്ളാഹുവിന് സ്തുതി പറഞ്ഞു, റബ്ബിന് സ്തുതി പറഞ്ഞു, ഒരുപാട് സ്തുതിച്ചു. നിസ്കാരത്തോടനുബന്ധമായ സന്ദർഭത്തിൽ തന്നെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബിനോട് വന്ന് പറഞ്ഞു, ലഖദ് സമിഅല്ലാഹു ലിമൻ ഹമിദ. നബിയേ, റക്അത്ത് നഷ്ടപ്പെടാത്തതിൽ അല്ലാഹുവിന് ശുക്ർ പറഞ്ഞ അടിമയുടെ ശബ്ദം അല്ലാഹു കേട്ടിട്ടുണ്ട് നബിയേ. സമിഅല്ലാഹു ലിമൻ ഹമിദഹു. ആ അടിമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫഅസ്ബഹത സമിഅല്ലാഹു ലിമൻ ഹമിദഹു ബദലല്ലാഹു അക്ബർ ഫീ കുല്ലി സ്വലാത്തിൻ ഇലാ യൗമിൽ ഖിയാമ. സമിഅല്ലാഹു ലിമൻ ഹമിദയുടെ ചരിത്രം അതാണ്. ഖിയാമത്ത് നാൾ വരെ ഇനി റുകൂഅ് കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാർത്ഥതയാ അതിന്റെ ചരിത്രം. നിസ്കാരത്തിന്റെ റക്അത്ത് പിന്താതെ മഹാനവറുകൾ ഒന്നാം റക്അത്ത് തന്നെ തക്ബീറിനോട് ചേർന്ന് കിട്ടുന്ന പതിവ് പടച്ചോനെ ഒരു ദിവസം ഒരൽപ്പം പിന്തിയതിന്റെ പേരിൽ നഷ്ടപ്പെടുമെന്ന് വേദനിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ റക്അത്ത് നഷ്ടപ്പെടാതെ മുത്തുനബിയിൽ ആദ്യ റക്അത്തിൽ തന്നെ തുടർച്ച കിട്ടുകയും ചെയ്തു. ജമാഅത്തിൽ ഒരു റക്അത്തും മസ്ബൂഖായില്ല. ഒരുപാട് റബ്ബിനെ സ്തുതിച്ചു. ആ സ്തുതി അള്ളാഹു കബൂലാക്കിയതിന്റെ സ്മാരകമാണ് എല്ലാ റക്അത്തിലും ഈ സമിഅല്ലാഹു ലിമൻ ഹമിദ. അങ്ങനെയാണ്. വല്ലാത്ത ഇബലാണ് നിസ്കാരം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. അടിമയുടെ വിചാരണയിൽ മഹ്ശറയിൽ ആദ്യം വിചാരണ അവൻ നിസ്കരിച്ചു കൂട്ടിയതായിരിക്കും. അവന്റെ നിസ്കാരം ഫൈൻ സലുഹത് ഫഖദ് അഫ്ലഹ വ അൻസഹ. നിസ്കാരത്തിന്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ വിജയിച്ചു എന്നല്ലാട്ടോ പറഞ്ഞത്, പരിപൂർണ വിജയം. നിസ്കാരത്തിന്റെ റിസൾട്ട് മോശമാണെങ്കിൽ അവൻ പരിപൂർണ പരാജയം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതാണ് നിസ്കാരം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇമാം അബൂദാവൂദിന്റെ സുനനിൽ, ഇമാം തുർമുദിയുടെ ജാമിഇലൊക്കെ ഹദീസ് ഉണ്ട് കേട്ടോ. മഹാനായ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ലല്ലോ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വഹാബികളുടെ ഇടയിൽ, മഹാനവറുകൾ സ്വഹാബികളുടെ ഇടയിൽ നിന്നും വാങ്കിന്റെ സമയമായപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റു. ഒളു എടുക്കാനുള്ള വെള്ളവുമായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഖാദിം ഹാരിസ് റളിയല്ലാഹു അൻഹു വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ വെള്ളം സ്വീകരിച്ചു, ഒളു എടുത്തു. എന്നിട്ട് ഒളു പരിപൂർണമായും ചെയ്തു. സ്വഹാബികൾ ശ്രദ്ധിക്കാണ് ഉസ്മാൻ എങ്ങനെ ഒളു എടുക്കുന്നത് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒളു പരിപൂർണമായി നിർവഹിച്ച ശേഷം സ്വഹാബികൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കിയ ശേഷം സ്വഹാബികളുടെ നേരെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ. ഞാൻ ഈ ഒളു ചെയ്ത പോലെ അല്ലാഹുവിന്റെ ഹബീബ് ഒളു ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞാൻ ഈ ഒളു ചെയ്ത പോലെ ഒളു ചെയ്തതായി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൽ നിന്നും മറ്റു സ്വഹാബികൾ അത് പഠിച്ചു. എന്നിട്ടോ മഹാനവറുകൾ പറയാണ്, ഇതുപോലെ ആരെങ്കിലും ഒരു ഒളു ചെയ്താൽ, ഇപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകേണ്ടത് ളുഹറാണല്ലോ, ളുഹറിന്റെ നേരത്തെ ഒളു എടുക്കണം. ളുഹർ നിസ്കാരത്തിന് ഇതുപോലെ ഒളു എടുത്തു പോന്നോളൂ. ളുഹർ നിസ്കാരത്തിന് ആരെങ്കിലും ഇതുപോലത്തെ ഒളു കൊണ്ട് ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ സുബഹി മുതൽക്ക് ഈ ളുഹർ വരെയുള്ള പാപം പുറത്തു എന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അസ്റിന്റെ നേരവും ഇതുപോലെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ആ ളുഹർ മുതൽ അസ്ർ വരെയുള്ളത് അല്ലാഹു പുറത്തു. മഗ്രിബിന്റെ നേരത്തും ഓർമ്മപ്പെടുത്തി. അസ്ർ മുതൽ മഗ്രിബ് മുതലുള്ളത് അല്ലാഹു പുറത്തു. ഇശാഇനെ ഓർമ്മപ്പെടുത്തി. മഗ്രിബ് മുതൽ ഇശാ വരെയുള്ളത് അല്ലാഹു പുറത്തു. എന്നിട്ടോ മഹാനവറുകൾ പറഞ്ഞു, ഈ രീതിയിൽ ഒരാൾ രാപാർത്തു സുമ്മ ലഅല്ലഹു യബീതു യതമറഖു ലൈലത, എന്നിട്ടവൻ രാപാർത്തു സുമ്മ ഇദാ ഖാമ വതവല്ലഅ വസല്ല സുബ്ഹ, സുബ്ഹിക്ക് ഇതുപോലെ ഉളൂ ചെയ്ത് ഇതുപോലെ നിസ്കാരത്തിനുള്ള ശുഷ്കാന്തിയായി വന്നാൽ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈനൽ ഇശാഇൽ ആഖിറ, ഇശാ കഴിഞ്ഞത് മുതൽക്ക് സുബഹി വരെയുള്ളത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും അല്ലാഹു പൊറുക്കുമെന്ന് സയ്യിദുനാ ഉസ്മാൻ. അങ്ങനെയാണ് നിസ്കാരത്തിനുള്ള ശ്രദ്ധ, അങ്ങനെയായിരുന്നു. ഇത് പാപം പൊറുക്കാനുള്ളതാവണം എന്നവർ കരുതി. എന്നിട്ട് മഹാൻ പറഞ്ഞു, വഹുന്നൽ ഹസനാത്ത്, ഇങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് അതിന് ഹസനാത്ത് എന്ന് പറയാ. ഹസനാത്ത്, ഇങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് അതിന് ഹസനാത്ത് എന്ന് പറയാ. യുദ്ഹിബിന സയ്യിആത്ത്, ഈ ഹസനാത്താണ് സയ്യിആത്തിനെ നീക്കം ചെയ്യുന്നത്. ഹസനാത്ത് എന്ന് പറഞ്ഞ നന്മകൾ, സയ്യിആത്ത് തെറ്റുകൾ, പാപങ്ങളെ പൊറുപ്പിക്കുന്നത് ഈ നന്മകളാണ്. ഈ നന്മകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ നന്മകൾ ഖുർആൻ പറഞ്ഞു, ഈ നന്മകൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ നന്മകൾ നിസ്കാരമാണ്. വഅഖിമിസ് സ്വലാത്ത തുർഫയിൻ നഹാരി വസുലഫം മിനൽ ലൈൽ,
രാത്രിയിലും പകലിലുമായി 5 വഖത്തിൽ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരത്തെ കൃത്യമായി നിങ്ങൾ നിർവഹിക്കണേ. ആ നിസ്കാരങ്ങൾ ഇന്നൽ ഹസനാത്ത്, അതാണ് നന്മകൾ യുദ്ഹിബിനസ് സയ്യാത്ത്, പാപം പൊറുക്കാൻ ആ നന്മകളാണ് വേണ്ടതെന്ന് ഖുർആൻ. ഉപദേശം ഫലിക്കുന്നവർക്ക് ഇതൊരു ഉപദേശമാവട്ടെ എന്ന് ഖുർആൻ. അപ്പോൾ ഇങ്ങനെ നിസ്കരിച്ചാലാ, ഇങ്ങനെ വുളൂ പരിപൂർണമായി ചെയ്ത് നിർവഹിച്ചാലാ പാപം പൊറുക്കാൻ അത് പറ്റാ എന്ന് സയ്യിദുനാ ഉസ്മാൻ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, തങ്ങളെ, ഇതാണ് നന്മകൾ, പാപം പൊറുക്കാൻ കാരണമാകുന്ന നന്മകൾ എന്ന് പറഞ്ഞ ഖുർആന്റെ വചനത്തെ അന്വർത്ഥമാക്കുന്നത് ഈ നിസ്കാരങ്ങളാണ് എങ്കിൽ ഖുർആനിൽ കാണാമല്ലോ, ഫമൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് ഖുർആനിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു സ്വഹാബികൾ ചോദിച്ചു. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖുർആൻ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഖുൽ മൻ കാന ഫി ദ്ദലാലത്തി ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദാ ഹത്താ ഇദാ റഅൗ മാ യുഅദൂൻ ഇമ്മൽ അദാബ വഇമ്മസ് സാഅത ഫസയഅലമൂന മൻ ഹുവ ശർറും മകാനം വഅദ്അഫു ജുന്ദാ ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. സൂറത്ത് മറിയം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബാഖിയാത്തു സ്വാലിഹാത്ത് പറയുന്നുണ്ട്. പാപങ്ങളെ പൊറുപ്പിക്കുന്ന ഹസനാത്ത് 5 വഖത്ത് നിസ്കാരത്തെ ഹക്കുകൾ നിർവഹിച്ച് സുന്നത്തുകൾ പാലിച്ച് നിർവഹിക്കൽ ആണ് എങ്കിൽ ഖുർആനിൽ പറഞ്ഞ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്താണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബി ചോദിച്ചു. നമ്മൾ ഓതിയ ആയത്തിന്റെ അർത്ഥം എന്നറിയോ? അത് വല്ലാത്തൊരു അർത്ഥം തന്നെയാണ്. ഒരാൾ നന്നാവണമെന്ന് ആഗ്രഹിച്ചാൽ നന്നാവൂ. അങ്ങനെ ഞാനങ്ങുന്നി നന്നാവൂല എന്നുള്ള നിരാശയാണെങ്കിൽ നന്നാവൂല. പ്രചോദനങ്ങൾ അങ്ങനെയാണ്, പ്രേരണകൾ അങ്ങനെയാണ്. ഖുൽ മൻ കാന ഫിൽ ളലാല, ഞാൻ നന്നാവൂല എന്ന തീരുമാനത്തിൽ കഴിയുന്നവനെ ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദാ, അവൻ അങ്ങനാണ്ട് നീണ്ടു കിടക്കും അവന്റെ മരണം വരെ, അല്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് വരെ, അവന്റെ മുന്നിൽ അദാബാ, അവന്റെ മുന്നിൽ ഖിയാമത്താ. ഫസയഅലമൂന മൻ ഹുവ ശർറും മകാനം വഅദ്അഫു ജുന്ദാ, പിന്നീട് ആണവന് ബോധ്യമാവാ അന്ന് അവൻ അബദ്ധത്തിലായിരുന്നുവെന്ന്. അതുകൊണ്ട് നന്നാവാൻ ആഗ്രഹിക്കും. വയസീദുല്ലാഹുല്ലദീന ഇഹ്തദൗ ഹുദാ, നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവൻ അല്ലാഹു നന്നാവാനുള്ള അവസരവും അത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ. വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക, അല്ലാഹുവിന്റെ മുന്നിൽ ചൊല്ലുമ്പോൾ നേട്ടങ്ങളേറെയുണ്ട്. വഖൈറും മറദ്ദാ, ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്താണെന്ന് ഉസ്മാൻ തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റ കൂടെ ലാ ഹൗലയും കൂടി ചേർത്താൽ 5 ദിക്റായി. ഈ 5 ദിക്റുകളെ ചേർത്ത് പറയപ്പെടുന്നതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഈ 5 ദിക്റുകളാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഈ 5 ദിക്റുകൾ കൊണ്ടൊരാൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഖൈറുകൾ ഏറെ എന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ. എവിടെന്നത് പഠിച്ചത്? ഉസ്മാൻ ഇത് പഠിച്ചത് എവിടുന്ന? റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് പഠിച്ചത്. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ 5 വഖത്ത് നിസ്കാരവും 5 ദിക്റുമാണ് ഈ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ 5 ദിക്ർ, 5 വഖത്ത് നിസ്കാരവും ഈ 5 ദിക്റുകളും കൂടെയുണ്ടോ?
എന്നാൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറും മറദ്ദാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ 5 വഖത്ത് നിസ്കാരം ഉണ്ടെന്ന ഈ 5 ദിക്റും വേണം. അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു നസീബാക്കട്ടെ. 5 വഖത്ത് നിസ്കാരത്തിന്റെ കൂടെ മിക്കവാറും എന്തുണ്ട്? സുബ്ഹാനല്ലാഹ് ചൊല്ലലുണ്ട് 33, അൽഹംദുലില്ലാഹ് ചൊല്ലലുണ്ട്, അല്ലാഹു അക്ബർ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 ഉണ്ട്, പിന്നെ ലാ ഹൗലല്ലേ അതുകൂടെ കൂട്ടിയാ മതി. അപ്പൊ എല്ലായി. അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസ് കേട്ടോളൂ. സ്വഹാബികൾ എത്രത്തോളം നിസ്കാരത്തെ പരിഗണിച്ചു എന്നറിയുമോ? ഒരു ഹദീസ് കേട്ടോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫൽയുഹാഫിദ് അലാ ഹഉലാഇസ് സ്വലവാത്തിൽ മഫ്റൂദാത്ത് ഹൈസു യുനാദാ ബിഹിൻ. ഒരാളെ ഒരു നല്ല മുസ്ലിം എന്ന പരിഗണനയിൽ അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കപ്പെടുന്നു, പ്രത്യക്ഷപ്പെടുത്തപ്പെടുന്നു, റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്നു. അവനാരാ? അവൻ നല്ലൊരു മുസ്ലിമാണ്. അവനാരാ? അവനൊരു തോന്നിവാസിയാണ്. മുസ്ലിം എന്നൊക്കെ പേരുണ്ടായുള്ളൂ, കടുത്ത മുനാഫിഖാണ് അവൻ. അവനാരാ? അവൻ കാഫിറാണ്, അവൻ മുശ്രിക്കാണ്. അവനാരാ? അവൻ തെമ്മാടിയാണ്. എന്തെല്ലാ രീതിയിൽ ഒരാളെ പറയാന്നറിയും. അവൻ നല്ലൊരു മുസ്ലിമാണെന്ന് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവൻ നല്ലൊരു മുസ്ലിമാണെന്ന് പറയാൻ ഖിയാമത്ത് നാളിൽ നമ്മെ കുറിച്ച് അങ്ങനെ പറയാൻ ഫൽയുഹാഫിദ് അലാ ഹഉലാഇസ് സ്വലവാത്തിൽ മഫ്റൂദാത്ത്. ഈ ഫർള് നിസ്കാരങ്ങളെ ഒന്ന് സൂക്ഷിക്കണോട്ടോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹബീബിൽ നിന്നും പഠിച്ചതാ. ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയുടെ നേരത്ത് മുസ്ലിം എന്ന സീല് വെക്കണോ? 5 വഖത്ത് നിസ്കാരം നിർബന്ധമാ, സൂക്ഷിച്ചോളൂ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ്. ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സുനനൽ ഹുദാ. ഹിദായത്തിലേക്കുള്ള വഴികൾ അല്ലാഹു ഹബീബിന് ശറഅാക്കി കൊടുത്തിട്ടുണ്ട്. ഈ 5 വഖത്ത് നിസ്കാര ഹിദായത്തിലേക്കുള്ള വഴി എന്ന് മഹാനായ സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, വലഉമരീലഹു സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി. സൗകര്യം ഉണ്ടായിട്ട് വീട്ടിൽ അങ്ങോട്ട് ഒതുങ്ങിക്കൂടി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയില്ല. അങ്ങനെയുള്ള പുരുഷന്മാരാണോ നിങ്ങൾ? തറക്തും സുന്നത്ത നബിയിക്കും, പള്ളിയിൽ പോയി തന്നെ ജമാഅത്തിൽ കൂടണേ. അങ്ങനെയുണ്ട്, അതിനൊക്കെ പള്ളിയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ നബിയുടെ സുന്നത്താണ് ഒഴിവാക്കിയതെന്ന് മഹാനായ ഇബ്നു മസ്ഊദ്. സൗകര്യമുണ്ടായിട്ടും പള്ളിയെ പരിഗണിക്കാത്തവനെ, വലൗ തറക്തും സുന്നത്ത നബിയിക്കും, നബിയുടെ സുന്നത്ത് ഒഴിവാക്കലാ ഉണ്ടായത്. നബിയുടെ സുന്നത്ത് ഒഴിവാക്കിയവർക്ക് എന്ത് സംഭവിക്കും? ലഖദ് ളലൽതും, വഴിപിഴച്ചു പോകും. അല്ലാഹു കാക്കട്ടെ. വലഖദ് അതൈനാ സമാൻ, ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടമുണ്ടല്ലോ, വമാ യതഖല്ലഫു അൻഹുന്ന ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. ഇബ്നു മസ്ഊദ് പറയാ, ഈ കാലഘട്ടത്തിൽ ആരും അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് പിന്മാറി പള്ളിയിൽ വരാതെ വീട്ടിൽ കൂടുന്ന പരിപാടി ഈ കാലഘട്ടത്തിലില്ല. അഥവാ അങ്ങനെ ഒരാൾ കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു മുനാഫിഖാണ്. സാധാ മുനാഫിഖല്ല, പച്ച മുനാഫിഖാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വഹാബികൾ എങ്ങനെയാ നിസ്കാരത്തെ പരിഗണിച്ചതെന്നറിയുമോ? രോഗിയായ ഒരു സ്വഹാബിയാണെങ്കിൽ പോലും ലഖദ് റഅയ്നാ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, റജുല, രോഗിയായ ഒരു സ്വഹാബിയെ, യതഹാദാ ബൈന തനൈനി, 2 സ്വഹാബികളെ അപ്പുറത്തും ഇപ്പുറത്തും താങ്ങി നിർത്താനായി സജ്ജീകരിക്കും. രോഗിയാണ് സ്വഹാബി. ആ 2 പേരുടെയും ചുമലിനോട് ഇടുങ്ങി നിന്ന് കഴിഞ്ഞാൽ താൻ വീണു പോകാതെ നിന്ന് നിസ്കരിക്കാൻ ആ ചുറ്റുമുള്ള 2 പേരെ പരിഗണിക്കുന്ന രോഗി പോലും ഇതുപോലെ ജമാഅത്തിനെ പരിഗണിച്ചതായി ഞങ്ങൾ കണ്ടു. സഫിലയാൾ വീഴാതെ പിടിച്ചു നിൽക്കാൻ സഫിൽ ഇടുങ്ങി നിൽക്കുന്ന 2 ചുമലുകൾക്കിടയിൽ 2 കൂട്ടുകാരാ അപ്പുറവും ഇപ്പുറവും ഇടുങ്ങി നിൽക്കാൻ വേണ്ടി, അണച്ചു പിടിക്കാൻ വേണ്ടി നിസ്കാരത്തിന്റെ സഫിൽ കൂടാൻ രോഗിയായ സ്വഹാബി വന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, സ്വഹാബികൾ അങ്ങനെയായിരുന്നു. ഇമാം തബറാനി അൽ മുഅ്ജമുൽ കബീറിൽ ഇത് പറയുന്നുണ്ട്. വമാ മിൻ റജുലിൻ യതതഹറു, ഒരു മനുഷ്യൻ ശുദ്ധിയെ പരിപൂർണമാക്കി
فيحسن طهوره ثم بها ثم يعمد إلى مسجد من المساجد എന്നിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ ഫയുസല്ലി ഫീഹാ പള്ളിയിൽ പോയി അവൻ നിസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് പോയ പോക്കിനുള്ള ദൂരത്തെ അല്ലാഹു ചവിട്ടടിക്ക് പാപം പൊറുക്കാനും ചവിട്ടടിയുടെ കണക്കനുസരിച്ച് നന്മ രേഖപ്പെടുത്താനും ചവിട്ടടിയുടെ കണക്കനുസരിച്ചുകൊണ്ട് പദവി ആഖിറത്തിൽ സ്ഥാനം കയറ്റിക്കൊടുക്കാനും അല്ലാഹു പരിഗണിക്കും എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, അങ്ങനെ ആവണം, അത് തുടരണം. അല്ലാഹു നസീബാക്കട്ടെ. എത്രത്തോളം ഇന്നാ കുന്നാ ലനുഖാരിബു ബൈനൽ ഖതായ ബൈനൽ ഖുത്താം, ഞങ്ങൾ അതുകൊണ്ട് കാലുകൾ ഇങ്ങനെ അടുത്തടുത്ത് വെക്കാൻ നോക്കും. നടന്നാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കാല് അകത്തി വെക്കാതെ കാലിനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കും. അപ്പൊ കൂടുതൽ ചവിട്ടടികൾ കിട്ടും. അതായത് കാലകന്നകന്ന് പോകുന്ന നോർമലി സ്പീഡിനേക്കാൾ ഞങ്ങൾ സ്പീഡ് കുറയ്ക്കുമ്പോൾ കുറച്ചും കൂടി അടുത്തടുത്ത് മെല്ലെ മെല്ലെ നടക്കും. ഇപ്പൊ ഇത്തിരി നേരത്തെ 10 മിനിറ്റ് നേരത്തെ ഇറങ്ങും. എന്തിനാണെന്നറിയുമോ? ചവിട്ടടിയുടെ എണ്ണം കൂടുതൽ ഉണ്ട് എങ്കിൽ പാപം കൂടുതൽ പൊറുക്കും, പദവി കൂടുതൽ കിട്ടും, നന്മ കൂടുതൽ രേഖപ്പെടുത്താൻ ഞങ്ങൾ ചവിട്ടടിയോട് ചവിട്ടടി ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമായിരുന്നു. വഇന്ന സ്വലാത്ത റജുലി ഫിൽ ജമാഅത്തി തസീദു അലാ സ്വലാത്തി റജുലി, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനേക്കാൾ ജമാഅത്ത് പരിഗണിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം ഈ ഹദീസിൽ പറയുന്നത് 25 ഇരട്ടിയാന്ന. എന്നാൽ അതിന്റെ ഏറ്റവും ഔദ്യോഗിക പ്രഖ്യാപനം ഫിഖ്ഹ് പറഞ്ഞിട്ടുള്ളത് 27 ഇരട്ടി പ്രതിഫല. അതായത് ഒരു അസ്ർ നിസ്കരിക്കാൻ പോയാൽ, പള്ളി പോയി നിസ്കരിച്ചു കഴിഞ്ഞാൽ 27 ദിവസം അസ്ർ നിസ്കരിക്കാൻ പോയ കൂലി കിട്ടും. 27 ദിവസത്തിലാണല്ലോ 27 അസ്ർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തബ്റാനി ഇമാമിന്റെ അൽ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസ് കേട്ടോളൂ. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നുണ്ട്. ഇമാം ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്, ഞങ്ങള് പള്ളിയോട് സമീപിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പള്ളിയോട് സമീപിക്കാൻ, വേഗം പള്ളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഗോത്രങ്ങൾ, ഉദാഹരണം ബനൂ സലമ ഗോത്രം. ഇത് ഇമാം ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിലുണ്ട് ഈ ഹദീസ്. ബനൂ സലമ ഗോത്രം അവര് പള്ളിന്ന് കുറച്ച് അകലെയാ. അവര് അടുത്തേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അവരകലെയാകാൻ കാരണം അവരുടെയും പള്ളിയുടെ ഇടയിൽ വലിയൊരു കാലി പറമ്പുണ്ട്, ഒരു വിശാലമായ മൈതാനമുണ്ട്. അതുള്ളതിന്റെ പേരില് അവര് ആ മൈതാനത്തിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ആളൊഴിഞ്ഞ ആ വിശാലമായ ജനവാസമില്ലാത്ത പ്രദേശം, ആ മൈതാനം കഴിഞ്ഞ് ആ പള്ളിയോട് ചേർന്നുള്ള ഭാഗത്ത് വീട് വെക്കാൻ ബനു സലമ വിഭാഗം കുടുംബം തീരുമാനിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി അത് അറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅതാനാ ഫി ദിയാരിന, ഹബീബായ നബി തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കുടുംബക്കാരനും കൂടിയാണ്. അങ്ങനെ ഞങ്ങളുടെ വീടുകളിൽ വന്നിട്ട് പറഞ്ഞു, യാ ബനി സലമ, ഓ ബനു സലമ ഗോത്രക്കാരെ, കുടുംബക്കാരെ, ബലഗനി അന്നക്കും തുരീദൂനൻ നഖലത ഇലൽ മസ്ജിദി, പള്ളിയോട് അടുത്ത് വന്ന് താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ പറഞ്ഞു നബിയെ, ബഅദ അന്നൽ മസ്ജിദ്, പള്ളിത്തിരി അകലെയായി പോയി നബിയെ, വൽ ബിഖാഉ ഹൗലഹു ഖാലിയ, അതിന്റെ ഇടയിൽ നീളത്തിലും വീതിയിലും വിശാലമായൊരു മൈതാനം ഉണ്ട്, പള്ളി കുറച്ച് അകലെയായി പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് തൊട്ടടുത്ത് പള്ളി കിട്ടാൻ. അപ്പൊ മഹാനായ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ ബനി സലമത ദിയാറുക്കും ഫഇന്നഹാ, യാ ബനി സലമത ദിയാറക്കും, നിങ്ങളുടെ വീടുകൾ, ഇപ്പോൾ ഉള്ള വീടുകളെ തന്നെ നിങ്ങൾ ലാസിമാക്കിക്കോ, അവിടെ കൂടിക്കോ. ഫഇന്നഹാ തുക്തബു ആസാറുക്കും, നിങ്ങൾ ചവിട്ടിയ അടയാളം അല്ലാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അകലേന്ന് തന്നെ നടന്നു വന്നാൽ കാലിന്റെ ചവിട്ടടിയുടെ എണ്ണം കൂടുതൽ അള്ളാന്റെ മുന്നിൽ രേഖയാണ്. അതുകൊണ്ട് ഇങ്ങനെ വന്നാൽ മതി. ഫമാ വറദനാ നകൂന ബിഹദറത്തിൽ മസ്ജിദി ലിമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദി ഖാലഹു, അതുകൊണ്ട് ഞങ്ങൾ ആരും പിന്നെ പള്ളിയുടെ അടുത്തേക്ക് താമസം മാറാൻ ശ്രമിച്ചില്ല. അവിടെ മനസ്സിലാക്കേണ്ടത്,
പള്ളിയുടെ അകലെ, പള്ളിയിൽ നിന്നും അകലെ പാർക്കുന്നവരുടെ ജമാഅത്ത് നിസ്കാരം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രോത്സാഹിപ്പിച്ചതാണ്. അപ്പൊ അകലെ ഉള്ളവര് പള്ളിയിൽ വന്നേ പറ്റൂ, അടുത്തുള്ളവരാരും ചർച്ച തന്നെയല്ല എന്നതാണ് സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്, മൻ സല്ലാ ഫിൽ ജമാഅ, അങ്ങനെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ ഫിൽ ജമാഅത്തി 40 യൗമാ, 40 ദിവസം ജമാഅത്ത് നിസ്കാരം 5 വഖത്തിൽ ഒരാൾക്ക് മുടങ്ങിയിട്ടില്ല. ലം തഫ്തുഹു റകഅത്തുൻ, 5 വഖത്തും മുടങ്ങിയിട്ടില്ല, 5 വഖത്തിൽ ഒരു റകഅത്തും അവന് മസ്ബൂക്ക് ആയിട്ടില്ല, ഒരു റകഅത്തും ഇമാമിന്റേത് കൂടെ അല്ലാതെ മുടങ്ങിയിട്ടില്ല. 5 വഖത്തും മുടങ്ങിയിട്ടില്ല, 40 ദിവസം 5 വഖത്തും മുടങ്ങിയിട്ടില്ല, 5 വഖത്തിലെ ഒരു റകഅത്തും പിന്തി അല്ല അവൻ ചെന്നിട്ടുള്ളത്. കതബല്ലാഹു ലഹു ബറാഅത്തൈനി, 2 ഇടങ്ങളിൽ നിന്നും അള്ളാഹുവിനെ ഒഴിവാക്കി നിർത്തും. ഇങ്ങനെ 40 ദിവസം കഴിഞ്ഞാൽ 2 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ ഒഴിവാക്കി നിർത്തുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് നരകത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തലാണ്. 2, ഇവൻ ഒരിക്കലും കപടവിശ്വാസി മുനാഫിഖ് ആവൂല, ഇവൻ കള്ളനാവൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 40 ദിവസം 5 വഖത്തിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല, 5 വഖത്തിന്റെയും തക്ബീറത്തുൽ ഇഹ്റാമും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ റക്അത്തിലും ഇമാമിന്റെ കൂടെ കൂടാൻ കഴിഞ്ഞു. അങ്ങനെ ഉള്ള ആള് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആള്, ആ മനുഷ്യന് നരകമോചനവുമുണ്ട്, നിഫാഖിൽ നിന്ന് മോചനവുമുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, അലാ ഉഖ്ബിറുക്കും ബി അസ്വഇൻ നാസി സരിഖ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട കള്ളനുണ്ട്. കള്ളൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വൃത്തികെട്ടവനാ. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഹദീസ് പറയുന്നുണ്ട്, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിലും ഈ ഹദീസ് പറയുന്നുണ്ട്, ജനങ്ങളുടെ കൂട്ടത്തിൽ കള്ളന്മാരുണ്ട്, അവർ വൃത്തികെട്ടവനാ. എന്നാൽ ഏറ്റവും വൃത്തികെട്ട കള്ളനാരാന്നറിയോ? ഏറ്റവും വൃത്തികെട്ട കള്ളനാരാണെന്നറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, മൻ ഹുവ യാ റസൂലല്ലാഹ്, ആരാ നബിയേ? ഏറ്റവും വൃത്തികെട്ട കള്ളൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി, സ്വന്തം നിസ്കാരത്തെ കട്ടെടുക്കുന്നവനാ, സ്വന്തം നിസ്കാരത്തിന്റെ അകത്ത് കളവ് നടത്തുന്നവനാ. അതെങ്ങനെയാ? ആ റുക്കൂയിലേക്ക് പോകുമ്പോ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി അത് മര്യാദക്ക് പറയൂല. ഒരു സൂസൂന്നോ എന്തെങ്കിലും ഒരു 3 പ്രാവശ്യം പറഞ്ഞിട്ട് പോരും. അങ്ങനെയല്ലേ നിസ്കാരം? റുക്കൂയിലുള്ളത് പറഞ്ഞ് തീർന്നതിന് മുമ്പേ എണീക്കും. ആ വർണ്ണ വഴിയെ ബാക്കി പറഞ്ഞു തീരാ. നിസ്കാരത്തിന്റെ കള്ളനവനാണ്, നിസ്കാരത്തിന്റെ കള്ളനവനാണ്. ഖാലൂ വകൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, സ്വന്തം നിസ്കാരത്തിൽ നിന്നും ഒരാൾ എങ്ങനെയാ മോഷണം നടത്താൻ നബിയെ? ഖാല ലാ യുത്തിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, റുകൂഉം സുജൂദും പരിപൂർണമാക്കുന്നില്ല അങ്ങനെയുള്ളവൻ. ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിലും ശുഅബിലും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിലെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. റുകൂഇലേക്ക് പോയാൽ അത് മൂന്ന് വട്ടാണ് ചൊല്ലുന്നെങ്കിൽ 3 വട്ടം അത് വൃത്തിയായിട്ട് ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. അജലി കഴിയും. സമിഅല്ലാഹു ലിമൻ ഹമിദ, റബ്ബനാ ലക്കൽ ഹംദു മിൽഅ അസ്സമാവാതി വമിൽഅ അൽ-അർദ് വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. സുജൂദിലേക്ക് പോയി സുജൂദിലെ ദിക്റുകൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി കൃത്യമായി ചൊല്ലണം. അല്ലാതെ പോണ പോക്കിന് പകുതി അങ്ങോട്ട് ചൊല്ലിയും കൊണ്ട് അവിടെ പോവാ. എന്നിട്ട് എണീച്ച് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരുന്ന വഴി അപ്പോഴും ചൊല്ല. പിന്നെന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലി തീർക്കാ പറ്റൂല പരിപാടി. അവൻ നിസ്കാരത്തിന്റെ കള്ളനാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ ധാരാളം മുഹദ്ദിഥീങ്ങൾ ഈ കളവിങ്ങനെ വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് സാധാ കളവ് എന്ന് പറഞ്ഞ വൃത്തികെട്ടൊരു പരിപാടിയല്ല. നിസ്കാരത്തിന്റെ അകത്തുനിന്ന് കേൾക്കാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വൃത്തികെട്ടതാണ്. കേട്ടോളൂ, മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ പറയുന്നു, ഇബ്നു അബീ ശൈബ തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ പറയുന്നുണ്ട്,
അസ്സലാത്തു മിഖ്യാൽ, ഒരു അളവ് ഉൽപ്പന്നം, അളവിൽ അളന്നെടുക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് നിസ്കാരം എന്ന് മഹാന്മാര് പറയാ. സൽമാനുൽ ഫാരിസി എന്ന സ്വഹാബി പറയുന്നു, ഒരളന്നെടുക്കേണ്ട, അളവ് പൂർണ്ണമായി എടുക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് നിസ്കാരം. ഒരാളുടെ അളവ് പൂർത്തീകരിച്ച് നിസ്കാരത്തെ അവൻ കൃത്യമാക്കി കഴിഞ്ഞാൽ അവന് അള്ളാഹു കൂലി പൂർത്തീകരിച്ചു കൊടുക്കും. ആരെങ്കിലും നിസ്കാരത്തിൽ മോഷണം നടത്തി കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞ വാക്കവൻ ഓർക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞു. ആരെങ്കിലും നിസ്കാരത്തിൽ മോഷണം നടത്തിയാൽ, നിസ്കാരത്തിന്റെ അളവിൽ ഒരാൾ കുറവ് വരുത്തി കഴിഞ്ഞാൽ അള്ള പറഞ്ഞതിനെ അവൻ ഓർക്കണം, ഓർത്തുകൊള്ളട്ടെ എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി. ഇമാം ബൈഹഖിയുടെ ശുഅബിലെ ഹദീസിന്റെ കേട്ടോ. മഹാനായ ഇമാം ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫിലും ഈ ഹദീസ് പറയുന്നുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ കളവ് നടത്തി കഴിഞ്ഞാൽ അവൻ ഓർക്കട്ടെ, അള്ളാഹു പറഞ്ഞത് ഓർക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ الذين اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. الله توفيق നൽകട്ടെ. സർവനാശവും അളവും തൂക്കവും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്കാണ്. ഇങ്ങോട്ട് അളന്ന് വാങ്ങുന്ന നേരത്ത് അളവ് പൂർത്തീകരിച്ചു വാങ്ങുക, അങ്ങോട്ട് കൊടുക്കുന്ന നേരത്ത് അളവിൽ കള്ളത്തരം കാണിക്കുന്നവർക്കാണ് വയലെന്ന നരകം എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നിസ്കാരത്തിലെ കളവ് നടത്തുന്നവരെ, നിങ്ങൾ അള്ളാഹു പറഞ്ഞതിനെ പേടിച്ചോ, ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതിനെ പേടിച്ചോ എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൃത്യമായി ഓർമ്മപ്പെടുത്തി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ. അസ്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖാണോ തിരിച്ചറിയാൻ പറ്റും നിസ്കരിക്കുമ്പോ ഇങ്ങനെ തോന്നും. കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് പറയുന്നുണ്ട്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീൻ. മുനാഫിഖായി തുടങ്ങിയോ നമ്മള്? എന്നാൽ നമുക്ക് നിസ്കാരത്തിൽ ഏറ്റവും പ്രയാസം ഈ രണ്ട് വഖത്തിലാണ്. ഒന്ന് സ്വലാത്തുൽ ഇശാ, രണ്ട് സ്വലാത്തു സുബ്ഹ്. സുബ്ഹി നിസ്കരിക്കാനും ഇശാ നിസ്കരിക്കാനും മടി വന്നു തുടങ്ങിയോ? എന്നാൽ നമ്മൾ മുനാഫിഖായി തുടങ്ങിയതിന്റെ അടയാളമാണ് ഈ രണ്ട് വഖത്ത് നിസ്കാരത്തിൽ ഒരാൾക്ക് ഉഴപ്പ് വരാ. സയ്യിദുനാ റസൂലുള്ളാഹി ഇശാ നിസ്കാരത്തിന്റെയും സുബ്ഹി നിസ്കാരത്തിന്റെയും മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, വലൗ യഅലമൂന മാ ഫീഹിമാ മിനൽ അജ്രി, ഇശാ നിസ്കാരത്തിന്റെയും സുബ്ഹി നിസ്കാരത്തിന്റെയും പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലഅതൗഹുമാ വലൗ ഹബ്വാ, ചാടി ചാടി ഓടി ഓടി വരുമായിരുന്നു. ഇശായും സുബ്ഹി നിസ്കരിക്കാൻ അതിന്റെ മഹത്വം എന്താന്ന് വേണ്ട പോലെ അറിയില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല അതിന്റെ കൂടെ പറയട്ടെ, ഇശായും സുബ്ഹിയും ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ രാവ് ഹയാത്താക്കിയ കൂലി ഉണ്ട് കേട്ടോ. ആ രാവ് ഹയാത്താക്കിയ കൂലി കിട്ടി. ആ രാവ് മുഴുവനും ഹയാത്താക്കിയ കൂലി എനിക്ക് കിട്ടണം എന്നങ്ങോട്ട് കരുതിയിട്ട് ഇശായുടെ ജമാഅത്തിനും സുബ്ഹിയുടെ ജമാഅത്തിനും പള്ളിയിലേക്ക് പോയി ആ രാവ് ഹയാത്താക്കിയ കൂലി കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം അബൂദാവൂദിന്റെ സുനനിലും മറ്റും കണ്ടതായി ഓർക്കുന്നുണ്ട്. ഏതായാലും മുനാഫിഖായി തുടങ്ങി അടയാളമുണ്ട്. ഇശാ നിസ്കരിക്കാനും സുബ്ഹി നിസ്കരിക്കാനും മടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഒരു ഹദീസ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. അൻ ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു عن النبي رضي الله عنه عن النبي صلى الله عليه وسلم أنه قال بشر الماشئين في ظلم الليل إلى المساجد بالنور التام يوم القيامة. ഇരുട്ടത്ത് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ, ഇരുട്ടത്ത്. എനിക്കൊരു സഹോദരൻ ഓർമ്മയുണ്ട്.
ഞാൻ മുമ്പ് ജോലി ചെയ്ത മഹലില് സുബഹിക്ക് വാങ്ക് വിളിക്കലോടുകൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ പള്ളിയുടെ മുറ്റത്തേക്കാക്കി കൊടുക്കാൻ വരും. എന്തുകൊണ്ടാണെന്നറിയോ? ആ സഹോദരന് 2 കണ്ണിന് കാഴ്ചയില്ല. 2 കണ്ണിന് കാഴ്ചയില്ല. ഒരു സുബഹിയും അദ്ദേഹം കളയില്ല. സുബഹിക്ക് അദ്ദേഹം പള്ളി മുറ്റത്ത് ഭാര്യ കൊണ്ടുവന്നാക്കാണ്. അങ്ങനെ ഭാര്യ കൊണ്ടുവന്ന ഒരു സുബഹി അദ്ദേഹം മുടക്കൂല എന്നുള്ളതാണ്. ഇരുട്ട് പിടിച്ച നേരത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ പ്രകാശം, പരിപൂർണ പ്രകാശമുണ്ട് എന്ന സന്തോഷം ഞാൻ പറയുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ നല്ല വെളിച്ചം കിട്ടും. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. ഖബറിൽ വെളിച്ചം കിട്ടും. അല്ലാഹു തരട്ടെ. പള്ളിയിലേക്ക് പോയപ്പോ ഇരുട്ടായിരുന്നു. രാത്രി പോയതേ, സുബഹിക്ക് പോയതേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൃത്യമായി തന്നെ നമ്മളെ അതിൽ നിർബന്ധിച്ച് ഇനി ഇരുട്ടാണെന്ന് പറഞ്ഞ് മാറിക്കണ്ട. ഇബ്നു മാജ, തുർമുദി, അബൂദാവൂദ് ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ഹദീസ് കേട്ടോ, വേഗം പറയാം. മറ്റൊരു ഹദീസ് കേട്ടോളൂ. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം لقد هممت أن آمر بالصلاة فتقام ثم أخرج بفتيان معهم حزم من الحطب فأحرق على قوم ديارهم يسمعون النداء ثم لا يأتون الصلاة. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിസ്കാരം കൽപ്പിച്ചിട്ട് നിസ്കാരം നിർവഹണം നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് കുറച്ച് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ചില വീട് കയറാൻ ഞാൻ തീരുമാനിച്ചതാണ്. നിസ്കരിക്കാൻ ഓർഡർ കൊടുക്കും. അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിസ്കാരം നടത്തും. നിസ്കാരം നടത്തുമ്പോൾ അതിൽ കൂടാതെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ചെറുപ്പക്കാരെയും കൂട്ടാം. ആ ചെറുപ്പക്കാരുടെ കയ്യിലാണെങ്കിൽ അവരുടെ കയ്യിലാണെങ്കിൽ വിറക് കെട്ടുണ്ടാവും, തീയുണ്ടാവും. അങ്ങനെ ആ ചെറുപ്പക്കാരെയും കൂടി കൂട്ടിയിട്ട് ഇപ്പൊ അവിടെ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോ വീട്ടിലിരിക്കുന്നവർ ആരാണെന്ന് നോക്കും. ആ വീട്ടിലിരിക്കുന്നവരെ, അവരുടെ വീടുകളെ ഈ വിറകും കൂട്ടം വെച്ച് തീയിടാൻ ഞാൻ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിലുണ്ട്, ആ വീട്ടില് പെണ്ണുങ്ങളും കുട്ടികളും ഉള്ളതിന്റെ പേരിലാ അത് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ വീട് കരിക്കുമായിരുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലുള്ളത് യസ്മഊന നിദാഅ സുമ്മ ലാ യഅ്തൂന സ്വലാ, ബാങ്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് വരാത്തവരാ ആ വീട്ടിലുള്ളത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് കാണാം. ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിലും ഈ ഹദീസ് പറയുന്നതായി കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേട്ടോളൂ, ഒരു ഹദീസും കൂടി പറയാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖംസു സലവാത്ത് ഇഫ്തറല്ലാഹു അലാ ഇബാദിഹി ഫമൻ ജാഅ ബിഹിന്ന തമാത് ولم ينقصهن استخفافا بحقهن كان له عند الله عهد أن يدخله الجنة. നിസ്കാരത്തെ കൃത്യമായി പാലിച്ചു, നിസ്കാരത്തോട് വല്ലാത്ത സ്നേഹമുണ്ടായി, നിസ്കാരത്തെ പരിഗണിക്കേണ്ട പോലെ പരിഗണിച്ചു. ഒരാള് നിസ്കാരവുമായി ലയിച്ചു, ജീവിതത്തിൽ നിസ്കാരത്തോട് വല്ലാത്ത സ്നേഹം, ആത്മാർത്ഥത, അടുപ്പം, നിസ്കരിക്കാതെ പറ്റൂല. ആ അവസ്ഥയിൽ നിസ്കാരത്തെ ഒരാൾ ചേർത്ത് പിടിച്ചാൽ അള്ളാഹു അവനോട് വാക്ക് പറഞ്ഞിട്ടുണ്ടേ, അവനെ സ്വർഗത്തിലേക്ക് കടത്താമെന്ന്. ഏതെങ്കിലും ഒരാൾ, ആരെങ്കിലും ഒരാൾ നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തി പറ്റണ പോലെ പറ്റണ നേരത്ത് നിസ്കാരത്തോട് അത്ര വലിയ ആത്മാർത്ഥത ഒന്നുമില്ല, ചിലപ്പോ നിസ്കരിക്കും ചിലപ്പോ ഇല്ല, നിസ്കാരത്തോടൊരു കടത്ത് കഴിക്കുന്ന പരിപാടി അങ്ങനെയുണ്ട്, ഒരു കാട്ടിക്കൂട്ടൽ പരിപാടി സമീപനമാണ് എങ്കിൽ അപ്പോഴും അള്ളാഹു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടേ, അവൻ ആ നിസ്കാര മുഖേന ശിക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ കരുണ കിട്ടാതെ അവർക്ക് പിന്നെ ആ ശിക്ഷയെന്ന് ഒഴിവല്ല. ഇമാം അബൂദാവൂദിന്റെ സുനനിലുണ്ട്, ഇബ്നു മാജാ തങ്ങളുടെ സുനനിലുണ്ട്, ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു നിസ്സാരപ്പെടുത്തൽ പലപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഹജ്ജ് കൊല്ലത്തിലൊരിക്കലേ ഉള്ളൂ, റമദാൻ കൊല്ലത്തിലൊരിക്കലേ ഉള്ളൂ. നിസ്കാരം എപ്പോഴും 24 മണിക്കൂറിലും ലൈവാണത്. കാരണം നമുക്ക് നിസ്കരിക്കാനുള്ള സന്ദർഭം ളുഹർ മുതൽ അസ്റിനോട് ചേർന്നുള്ള സമയം വരെ അസ്ർ നിസ്കരിക്കാനുള്ള സന്ദർഭമുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിന്റെ സമയം ഇങ്ങനെ തെറ്റിങ്ങനെ അതിങ്ങനെ ആ ഒരു സർക്കിൾ നമുക്ക് ജീവിതാറ്റം വരെ എപ്പോഴുള്ള നിസ്കരിക്കാനുള്ള സന്ദർഭം. ഇത് പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യലാവുമ്പോൾ സ്വാഭാവികമായും അതിനോടൊരു അടുപ്പക്കുറവ് വരാറുണ്ട്. അങ്ങനെയാണ് ഇടപഴക്കം നിസ്കാരത്തോട് കൂടുതലാണ് നമുക്ക്. അതനുസരിച്ച് ആസ്വദിക്കാനും അതിൽ ആനന്ദം കണ്ടെത്താനും നമ്മൾ ആഗ്രഹിക്കാറില്ല എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്സാരമല്ല നിസ്കാരം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് ദുആ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹസ്സിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. പലർക്കും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാഹ്. ഉംറക്ക് ആഗ്രഹിച്ചൊരു സഹോദരൻ ഇറങ്ങി തയ്യാറായി. പ്രത്യേകം ദുആ പറഞ്ഞു. ക്യാൻസർ എന്ന രോഗത്തിന്റെ ഭീകരമായ അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സ്റ്റേജാണ്. അല്ലാഹുവേ ശിഫാ നൽകണേ റഹ്മാനേ, ശിഫാ നൽകണേ അല്ലാഹ്. ഖത്മുൽ ഖുർആൻ, ദിക്റുകൾ, സ്വലാത്തുകൾ അതുപോലെ പലതും ഓതിയിട്ട് ഈ മജ്ലിസിൽ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ച ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനേ. അല്ലാഹുവേ, അവരുടെ ഹലാലായ മുറാദ് നീ ഹസ്സിലാക്കണേ അല്ലാഹ്. ഈ അടുത്ത ദിവസങ്ങളിൽ വിദേശങ്ങളിലേക്ക് പോകണ കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആ പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. യാത്രകൾ എളുപ്പമാക്കുക അല്ലാഹ്. ജോലിക്കുള്ള ശ്രമങ്ങൾ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. മക്കൾ പലരും എക്സാമുകൾ അഭിമുഖീകരിക്കുന്നു. ദുആ പറഞ്ഞവരുണ്ട്. ഖൈറാക്കി കൊടുക്കണേ അല്ലാഹ്. ജോലി തേടുന്നവർക്ക് നല്ല ജോലി കണ്ടെത്താൻ, അത് അനുഭവിക്കാൻ, അതിൽ നിന്നും ഉയർച്ചകൾ ഉണ്ടാവാൻ നീ തൗഫീഖ് നൽകുക അല്ലാഹ്. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ഈ അടുത്ത ദിവസങ്ങളിൽ വീട് പാർക്കലുമായി ബന്ധപ്പെട്ട് ദുആ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഐശ്വര്യത്തിന്റെ ഭവനമാക്കണേ അല്ലാഹ്. കണ്ണേർ, സിഹർ പോലെയുള്ളതിൽ നിന്നും കാവൽ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമായ മക്കൾക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ്. ഞങ്ങളെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ആഖിബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ദുആകളും നീ പരിഗണിക്കണേ അല്ലാഹ്. ദുആ തള്ളപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദുആ ചെയ്യുന്നത് ശീലമുള്ള സ്വഭാവം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അങ്ങനെയുള്ളവരാവണം ഞങ്ങൾ തമ്പുരാനെ. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, റബ്ബേ ഇത് കാണുന്നവർ, കേൾക്കുന്നവർ എല്ലാവരിലും ഖൈർ നൽകുക അല്ലാഹ്. ഈ കൂടിയിരുന്ന ആമീൻ പറയുന്നവരുടെ ഹലാലായ മുറാദ് നീ ഹസ്സിലാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ റബ്ബേ കച്ചവടത്തിലും ബിസിനസ്സുകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ കുടുംബത്തിന് നീ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് നീ അത് നിലനിർത്തി തരണേ അല്ലാ. വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്താൻ, മറ്റുള്ളവർക്ക് അനുകരിക്കാനുള്ള യോഗ്യത നേടാൻ, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ഞങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കാൻ, ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരല്ല അല്ലാ. ഞങ്ങളുടെ ഇസ്സത്ത് നീ നിലനിർത്തണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾക്ക് നല്ല ഫഹ്മ് നൽകണേ അല്ലാ. നല്ല അഖ്ൽ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ പഠിക്കുന്ന മക്കളിൽ ബറക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. ജോലി ചെയ്യുന്ന മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വസ്തുക്കൾ വിറ്റുപോവാൻ, കടബാധ്യത തീരാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. കടങ്ങൾ നീ തന്നതല്ലേ, നീ വീട്ടിത്തരണേ അല്ലാ. വസ്തുക്കൾ നല്ല നിലയിൽ വിറ്റുപോവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. اللهم ربنا تقبل منا ما كان صالحا وأصلح لنا ما كان فاسدا بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.